നമസ്കാരം പ്രിയപ്പെട്ടവരെ. 2025 ഈ വർഷത്തെ ഗുരുപൂർണിമ ജൂലൈ മാസം 10-നാണ്. മലയാള മാസം മിഥുനം 26. പൂരാട നക്ഷത്രം പൂർണ്ണമായി നിൽക്കുന്ന പൗർണമി തിഥിയിലാണ്. മറ്റൊരു പ്രത്യേകത, സനാതനധർമ്മത്തിൽ ഭാരതീയ സങ്കല്പമനുസരിച്ച് ഒരാഴ്ചയിലെ ഏറ്റവും പ്രധാന ദിവസമായി കണക്കാക്കുന്നത് വ്യാഴം ഗുരുവാരമാണ്. ദേവഗുരുവായ ബൃഹസ്പതി എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു നിൽക്കുന്ന ദിവസമാണ് ഈ വർഷം വ്യാസപൗർണമി വരുന്നത്. പ്രത്യേകിച്ച് 2025 എന്ന് പറയുമ്പോൾ ഒരു നൂറ്റാണ്ടിൻ്റെ കാൽപകുതി തികയുന്ന വർഷവുമാണ്. പ്രകൃതിയിൽ, പ്രപഞ്ചത്തിൽ, മനുഷ്യരിൽ, മറ്റു ജീവജാലങ്ങളിൽ എല്ലാം ഓരോ ജീവന്മാരുടെയും ജീവിതത്തിലും വളരെയധികം മാറ്റങ്ങൾ, പരിവർത്തനം, പരിണാമം നടക്കുന്ന വർഷങ്ങളും ദിനങ്ങളുമാണ് ഇനി വരാൻ പോകുന്നത്. ഒരു വ്യക്തിയെന്നല്ല, ഭാരതവും മറ്റു ലോകരാജ്യങ്ങളും കണ്ട് മനസ്സിലാക്കി പഠിച്ചാൽ അത് അറിയാൻ സാധിക്കും. ലോകം മുഴുവനായും ഒരു മാറ്റത്തിൻ്റെ വക്കിലാണ്. കുറച്ച് സൂക്ഷ്മമായി പഠിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കുറേ വർഷങ്ങളായിട്ട് നിലനിന്നിരുന്ന ദുഷ്ടതകളും തിന്മകളുമൊക്കെ കുറഞ്ഞ് വ്യക്തികളിലായാലും ലോകരാജ്യങ്ങളിലായാലും കുറച്ച് നന്മകളൊക്കെ വളർന്നു വരുന്നതായി നമ്മൾക്ക് അറിയാൻ സാധിക്കും. ഈ ഗുരുപൂർണിമ ദിനത്തിൽ നമ്മുടെ മുന്നിലുള്ള പ്രധാന ഉദാഹരണവും നമ്മുടെ ഭാരത മാതാവ് തന്നെയാണ്. നോക്കൂ, 10-11 വർഷം കൊണ്ട് അവഗണനയെ, ദാരിദ്ര്യത്തെ, മറ്റ് പ്രതിസന്ധികളെ ഒക്കെ സമർത്ഥമായി രാഷ്ട്രീയമായി തരണം ചെയ്ത് ഭാരതം 1000 ആണ്ടുകൾക്ക് ശേഷം വിശ്വഗുരുവിൻ്റെ തലത്തിലേക്ക് വീണ്ടും ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് മറ്റ് ലോകരാജ്യങ്ങളെല്ലാം ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും നോക്കുന്നത് ഭാരതത്തിലേക്കാണ്. പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ നാരായ വേരായ സനാതന ധർമ്മ സംസ്കാരത്തിലേക്കാണ്. ലോകം മുഴുവനായി എടുത്തു പഠിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭാരത സംസ്കാരം, സനാതനധർമ്മം, ഹിന്ദുയിസം എല്ലായിടത്തും വളരെയധികം പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഇത്രമാത്രം സ്വാതന്ത്ര്യമുള്ള, സമാധാനശീലമുള്ള ഒരു സംസ്കാരം ലോകത്ത് മറ്റൊരിടത്തും ഇല്ല. നമ്മൾ ആരെയും അങ്ങോട്ട് ചെന്ന് ആക്രമിച്ചിട്ടില്ല, മതഭ്രാന്ത് പ്രചരിപ്പിച്ചിട്ടും ഇല്ല. ഈ ഗുരുപൂർണിമയിൽ ഗുരു എന്താണ് പറയുന്നത്? നിനക്ക് വേണ്ടിയിട്ട് നീ ചെയ്യണം, അത് മറ്റാരും ചെയ്തിട്ട് കാര്യമില്ല. ഗുരു തൻ്റെ അടുത്ത് എത്തുന്ന ഒരു വ്യക്തിയെ സൂക്ഷ്മമായി പഠിച്ച് പരീക്ഷിച്ചിട്ടാണ് ശിഷ്യനായി സ്വീകരിക്കുന്നത്. അല്ലാതെ മഹാപാപികളെ നിങ്ങളെല്ലാം ഇങ്ങോട്ട് വരൂ, ഇപ്പം സ്വർഗം തരാം എന്ന് നമ്മുടെ സംസ്കാരത്തിൽ പറയുന്നില്ല. ഒരു വ്യക്തിയെ സാധന, ഉപാസന, അനുഷ്ഠാന ബന്ധാവിലൂടെ ശ്രവണ, മനന, നിധിധ്യാസങ്ങളിലേക്ക് ഗുരു ശിഷ്യനെ നയിക്കുന്നു. ശുരസ്യധാര നിശിതം ഗുഹായാം എന്ന് പറയുന്നത് പോലെ കഠിന സാധന, അനുഷ്ഠാന തീച്ചുളയിലൂടെ കടന്നു പോകുമ്പോഴാണ് ശിഷ്യനിൽ യഥാർത്ഥ വൈരാഗ്യം ഉദിക്കുന്നത്. വൈരാഗ്യമെന്നാൽ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന വൈരാഗ്യമല്ല, വീരാഗം, രാഗദ്വേഷങ്ങളോടുള്ള വിരക്തി. ഭൗതിക തൃഷ്ണയിൽ ജീവന്മാരെ തളച്ചിടുന്നത് അവൻ്റെ ഉള്ളിൽ തന്നെയുള്ള കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം, ഡംബ്, അസൂയ, കുശുമ്പ്, കുനിഷ്ട്, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത നമ്മൾ അറിയാതെ അറിയുന്ന ശത്രുക്കൾ കൂടുകൂട്ടി തക്കം പാർത്ത് ഇരിക്കുകയാണ്. അനുകൂല സാഹചര്യം വരുമ്പോൾ ഇവരെല്ലാം പുറത്തു വരുന്നത് കാണാൻ നമ്മൾക്ക് സാധിക്കുകയും ചെയ്യും. ഇവരെയെല്ലാം അടിച്ചോടിച്ച് പുറത്തു കളയുന്ന ഒരു പ്രക്രിയയ്ക്കാണ് ഗുരു മന്ത്രം ഉൾപ്പെടെ സാധന, അനുഷ്ഠാന പദ്ധതികൾ ഉപദേശിക്കുന്നത്. യഥാർത്ഥ ശിഷ്യൻ അത് വേണ്ട രീതിയിൽ സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് തൻ്റെ ഉള്ളിലെ രാഗദ്വേഷങ്ങൾ അകന്ന് ജ്ഞാനമുദിച്ച് ഈശ്വര സർവഭൂതാനാം അഹം ബ്രഹ്മാസ്മി, അയമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ, തത്വമസി, ഉപനിഷത്തുക്കളിലെ ഉപനിഷത്തായ ഈ മഹാവാക്യങ്ങളുടെ ഒക്കെ അർത്ഥം
വിഷ്ടിയിലും സമഷ്ടിയിലും എന്നുവെച്ചാൽ തൻ്റെ ഉള്ളിലും ഈ പ്രപഞ്ചത്തിൽ എല്ലായിടവും സമഭാവനയോടെ കാണുവാനും അറിയുവാനും സാധിക്കുന്നു. അങ്ങനെ ആത്മസാക്ഷാത്കാരം നേടിയ ഒരു ശിഷ്യൻ ജനന മരണ ചക്രങ്ങളെ ഭേദിക്കുന്നു. അവനെ സുഖദുഃഖങ്ങളോ പാപപുണ്യങ്ങളോ ശീതവും ഉഷ്ണവും ഒന്നും ബാധിക്കുന്നില്ല. ഏതു നിമിഷവും സമയവും അങ്ങനെയുള്ളവർ വളരെ ആനന്ദകരമായി ഈ ലോകത്ത് സഞ്ചരിക്കുന്നു. അവർക്ക് ഒന്നിനോടും പ്രത്യേകിച്ച് ഒരു മമത ഉണ്ടായിരിക്കുക ഇല്ല. അങ്ങനെയുള്ളവർ ലളിത ജീവിതം നയിക്കുന്നവർ ആയിരിക്കും. ഗുരുപൂർണിമയിൽ ഇത്രയധികം ഗുരു ശിഷ്യ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി എന്താണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുക. എത്രയോ ജന്മങ്ങളായി ഉണ്ടും ഉറങ്ങിയും ഉണ്ണികളെ ഉണ്ടാക്കിയും കഴിയുന്നില്ലേ? വളരെ സുഖകരമാണ് എന്ന് കരുതുന്ന ഈ കൂപമണ്ഡൂകത്തിൽ നിന്ന് ഒരു മോചനം വേണ്ടേ? പൊട്ടക്കിണറ്റിൽ കഴിയുന്ന തവളയ്ക്ക് ഏറ്റവും കേമമായ ലോകം ആ കിണറാണ്. കാരണം ആ കിണറിന് അപ്പുറം മറ്റൊരു ലോകത്തെക്കുറിച്ച് ആ വിഡ്ഢി തവളയ്ക്ക് അറിയില്ല. അപ്പോഴാണ് ഗുരുപൂർണിമയിൽ ഗുരു നമ്മളോട് പറയുന്നത്, അല്ലയോ ജീവാത്മാവേ, നീ അനുഭവിക്കുന്ന ഈ കുടുംബ ജീവിത സുഖത്തിന് അപ്പുറം നിത്യതയുള്ള ഇതിലും വലിയ സുഖമുള്ള മറ്റൊരു തലം ഉണ്ടെന്ന്. ഭാഗവത മാഹാത്മ്യത്തിൽ പറയുന്നത് പോലെ ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമം ച ലഭതേ. ബഹുജന്മാർജിതമായി സത്സംഗം നേടിയ ജീവന്മാർ ഭാഗ്യം കൊണ്ട് ഗുരുപൂർണിമയിൽ ഗുരു പറഞ്ഞു തന്ന മാർഗത്തിൽ സഞ്ചരിക്കുന്നു. അങ്ങനെയുള്ള ഒരാൾ ജീവൻ മുക്തനായി തീരുന്നു. ഭഗവത്ഗീതയിൽ ഭഗവാൻ ഭാഷ്യകാരൻ പറയുന്നത് പോലെ മനുഷ്യാണാം സഹസ്രേഷു കശിൽ യതതി സിദ്ധയെ. അല്ലയോ അർജുന, കോടാനുകോടി വർഷങ്ങളായി എന്നെ യഥാർത്ഥമായി അറിയുവാനായി വളരെ കുറച്ചാൾക്കാർ മാത്രമേ ശ്രമിക്കാറുള്ളൂ. അതിൽ തന്നെ ഓരോ യുഗങ്ങളിലും ഒന്നോ രണ്ടോ പേര് മാത്രമാണ് എന്നെ പ്രാപിക്കുന്നത്. അല്ലാത്തവരൊക്കെയും ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടേ അഭിജായതേ. അല്ലാത്തവരൊക്കെയും തൻ്റെ കർമ്മങ്ങളുടെ തുടർച്ചയ്ക്കായി ഒരു രൂപത്തിലല്ലേ മറ്റൊരു രൂപത്തിൽ ഇവിടെ പുനർജനിക്കുന്നു. ഡെബിറ്റ്, ക്രെഡിറ്റ്, ക്ലോസ് ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ്. അങ്ങനെയുള്ള ഓപ്പണിംഗ് ബാലൻസുമായി കാലചക്രം, ജീവിതചക്രം തുടർന്നു കൊണ്ടേയിരിക്കുന്നു. നല്ലയൊരു ഗുരുപൂർണിമ ദിനം ആശംസിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സദ്ഗുരുഭ്യോ നമഃ. ഹരി ഓം.